ബിഗ് ബോസ് സീസൺ 7-ൽ ഇപ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്ന വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞെട്ടലോടെയാണ് എല്ലാവരും ഇത്തവണത്തെ എവിക്ഷനെ കണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ജിസേൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ജിസേലിന്റെ എവിക്ഷൻ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. സൺഡേ എപ്പിസോഡിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഒന്നുറപ്പാണ്, നമ്മുടെ ജിസേൽ എവിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ ജിസേൽ ബിഗ് ബോസ് സീസൺ 7-ൽ നിന്നും ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയയിൽ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ എവിക്ഷൻ ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എനിക്കെന്നല്ല, ഒത്തിരി കമൻറ്റുകളിലും ഇത് കാണാൻ കഴിയുന്നതാണ്. കാരണം ഒരിക്കലും നമ്മുടെ ജിസയിൽ ഇത്തവണത്തെ എവിക്ഷനിൽ പോവേണ്ട ആളല്ല. കാരണം ഒരുപാട് കോണ്ടന്റ്സ് നമ്മുടെ ബിഗ് ബോസിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. ഇതുവരെയും കോണ്ടന്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസ് സീസൺ 7-ൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവരുള്ളപ്പോൾ തന്നെ നമ്മുടെ ജിസേലിനെ മാത്രം ഇപ്പോൾ എവിക്ഷൻ പ്രക്രിയയിൽ എവിക്റ്റ് ആക്കിയത് വളരെയധികം സങ്കടകരമായ വാർത്തയാണ്. മാത്രവുമല്ല, ഡബിൾ എവിക്ഷനാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് ഒനീലാണ് മറ്റൊരു കക്ഷി എന്നാണ്. നമുക്ക് കഴിഞ്ഞ തവണത്തെ എവിക്ഷൻ പ്രക്രിയ നോക്കിയാൽ അറിയാം, അഭിലാഷാണ് എവിക്റ്റ് ആയത്. അതെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തതുമാണ് അഭിലാഷ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജിസേലിന്റെ ഈ ഒരു എവിക്ഷൻ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നായിരുന്നു. കാരണം ഒരിക്കലും ഇത്രയും കണ്ടന്റ് കൊടുക്കുന്ന ബിഗ് ബോസ് സീസൺ 7-ലെ ഒരു മത്സരാർത്ഥിയെ ഇത്ര വേഗം തന്നെ അവർ എവിക്റ്റ് ആക്കി വിടും എന്ന് ആരും തന്നെ കരുതി കാണത്തില്ല. അതുകൊണ്ടാണ് നിരവധി കമന്റുകളും ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു എവിക്ഷൻ ബിഗ് ബോസ് സീസൺ 7-ൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അതൊരു അൺഫെയർ ആണെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഡൗട്ട് ഇല്ലാതില്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ൽ 7-ന്റെ പണിയായിട്ട് നമ്മുടെ ജിസേലിനെ സീക്രട്ട് റൂമിൽ ബിഗ് ബോസ് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ മോഹൻലാൽ സാറ് ജിസേലിനെ വിളിച്ചു നേരെ സീക്രട്ട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞതായിട്ട് നമുക്ക് തോന്നാം. പറയാൻ കഴിയത്തില്ല. കാരണം ഒത്തിരി ബിഗ് ബോസ് സീസൺസിൽ നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ജിസേലിനെ എവിക്റ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് സീക്രട്ട് റൂമിൽ ഇരിക്കുമായിരിക്കാം. എന്തായാലും ജിസേലിനെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അതൊരു അൺഫെയർ എവിക്ഷൻ തന്നെയാണ്. ഒരിക്കലും ജിസേൽ പോകേണ്ട ഒരു വ്യക്തിയല്ല. കാരണം ഒട്ടനവധി ആൾക്കാർ ഇപ്പോഴും അതിനുള്ളിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ ഗെയിം നല്ലോണം കളിക്കാതെ വെറുതെ ഇരുന്ന് പോകുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് അതിനുള്ളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ജിസേൽ എങ്ങനെ പോയാലും ആദ്യം മുതൽക്കേ തന്നെ ഓരോ കണ്ടന്റ്സ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജിസേലിനെ ഒരിക്കലും എവിക്ഷൻ പ്രക്രിയയിൽ എവിക്റ്റ് ചെയ്ത് കളയേണ്ട ഒരാളല്ല. അതുപോലെ തന്നെ ഡേഞ്ചർ സോണിൽ വന്നിട്ടുമില്ല നമ്മുടെ ജിസേൽ. സാബുമോൻ, ഒനീലൊക്കെയാണ് ഡേഞ്ചർ സോണിൽ വന്ന വ്യക്തികൾ. ഡേഞ്ചർ സോണിൽ പോലും വരാത്ത ഒരു വ്യക്തിയാണ് ജിസേൽ. ആ ജിസേലിനെയാണ് ഇപ്പോൾ എവിക്ഷൻ ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാളത്തെ സൺഡേ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും നമ്മുടെ ജിസേൽ പുറത്തായോ എന്ന്. പുറത്തായെങ്കിൽ അത് നിരവധി പേരുടെ സങ്കടവും നിരവധി പേരുടെ പ്രതിഷേധവും നമുക്ക് കാണേണ്ടി വരും. കാരണം അത്രയും നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിസേൽ. നമുക്കറിയാം, മുന്നേ വേറെ ഹിന്ദിയിലും ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7-ലെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. ഒരുപാട് അയാളുടേതായിട്ടുള്ള ക്വാളിറ്റികളും കാര്യങ്ങളുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോണ്ടന്റ്സ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ൽ കൊടുത്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടും ഒരുപാട് പ്രേക്ഷകരുടെ നെഞ്ചിലേറിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എവിക്ഷൻ നമ്മുടെ ജിസേലിനെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് പറഞ്ഞാലും അത് അൺഫെയർ എവിക്ഷനാണ്. അത് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു എവിക്ഷൻ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഇത്തവണ പോയത്. ഡബിൾ എവിക്ഷൻ ആണെന്ന് അറിഞ്ഞു, ഒനീലും ജിസേലാണ് പോയതെന്നും അറിഞ്ഞു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. ഓക്കെ.